വയനാട് ടൗൺഷിപ്പിലെ ഒരു വീടിന് 26,95,000 രൂപ ചിലവെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും വിശദാംശങ്ങളും മന്ത്രി പങ്കുവച്ചു. നിർമ്മാണ ചെലവിനെ കുറിച്ച് വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ വിശദീകരണം നൽകിയത്. വിവരങ്ങളുമായി KR സാജു ചേരുന്നുണ്ട്. സാജു, എന്തൊക്കെയാണ് റവന്യൂ മന്ത്രിയുടെ മറ്റ് വിശദീകരണങ്ങൾ? അക്ഷയ, വയനാട് ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എങ്ങനെയാണ് 30 ലക്ഷം രൂപ ഈ വീടിനാകുന്നത് എന്ന ചോദ്യമാണ് വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നിരുന്നത്. അതിനുള്ള ഒരു മറുപടിയാണ്, ഈ വിവാദങ്ങൾക്കുള്ള മറുപടിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നത് 26,95,000 രൂപയാണ് ഈ വീടിന്റെ ഒരു സിംഗിൾ വീടിന്റെ ആകെ നിർമ്മാണ ചെലവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു വീടിന്റെ നിർമ്മാണത്തിന് ആകെ വേണ്ടി വരുന്ന ആ വീടിന്റെ നിർമ്മാണത്തിന് മാത്രം 22 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഒപ്പം ഇതിന്റെ ഡിഫക്റ്റ് ലയബിലിറ്റി ഇമ്പാക്റ്റ് എന്നത് 3 മുതൽ 5 വർഷത്തേക്കായി ഒരു 11,000 രൂപ ചെലവഴിക്കുന്നുണ്ട് സർക്കാർ. ഒപ്പം തന്നെ കണ്ടിൻജൻസ് ആൻഡ് അഡീഷണൽ സൈറ്റ് ഫെസിലിറ്റീസ് എന്ന നിലയിൽ 66,000 രൂപയും ചെലവഴിക്കും. അങ്ങനെ 22,77,000 രൂപയും അതോടൊപ്പം GST 18% WCF 1% ചേരുമ്പോഴാണ് 26,95,000 എന്ന നിലയിലേക്ക് വരുന്നത്. ചില പ്രത്യേകതകൾ കൂടി, വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇന്നിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിന്റെ വരുന്നത് 410 വീടുകളാണ്. അതിനോടനുബന്ധിച്ച് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും അംഗൻവാടികളും നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ സർക്കാർ വിശദീകരിച്ചതാണ്. ഒപ്പം ജലവിഭവ വിനിയോഗത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ജലസംഭരണിയും ചെക്ക് ഡാമും ഭൂഗർഭ സംഭരണിയും അടക്കം 7,5 ലക്ഷം ലിറ്റർ കൊള്ളാൻ കഴിയുന്നതാണ് നിർമ്മിക്കുക. ഒപ്പം ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് 2.5 ലക്ഷം ലിറ്ററാണ്. ഒപ്പം തന്നെ 10 STPകളും, അതായത് മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും 9 റിട്ടൻഷൻ പോർട്ടുകളും ഒക്കെ അടങ്ങുന്നതാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള തുകകളാണ് പറയുന്നത്. ഒപ്പം ഈ മോഡൽ ഹൗസിന്റെ സവിശേഷതയായി അദ്ദേഹം അവകാശപ്പെടുന്നത് അതിന്റെ RCC അടിത്തറകളാണ് 9 എണ്ണം ഉള്ളത്. അത് തേയിലച്ചെടികളുടെ വേരുകൾ ഒഴിവാക്കാനും മതിയായ ഭാരം താങ്ങാനും ശേഷി ഉറപ്പാക്കാനും 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ ആഴത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം ഭൂകമ്പ പ്രതിരോധ സംവിധാനമുള്ളതാണ് ഈ വീടുകൾ. RCC ഫ്രെയിം ചെയ്ത ഘടന പ്രകാരം IS 1893/2002 അനുസരിച്ച് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഭിത്തികളിൽ കോളങ്ങൾക്ക് പകരം ഷിയർ ഭിത്തികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേൽക്കൂര RCC സ്ലാബ് മേൽക്കൂരയാണ്. വരാന്തയ്ക്ക് സ്റ്റീൽ ഫ്രെയിമുകളും മംഗലാപുരം ഓടുകളും ഇടുന്നുണ്ട്. ഗോവണി സ്റ്റീൽ കൊണ്ടുള്ള പുറം ഗോവണിയാണ്. ഭിത്തികളും ഫിനിഷിങ്ങും ഒപ്പം കൽപ്പണി നിലവാരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചുള്ള കൽപ്പണിയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പ്ലാസ്റ്ററിങ്ങിൽ ഭിത്തി പ്ലാസ്റ്ററിങ്ങിൽ 12 mm കനവും സീലിംഗ് പ്ലാസ്റ്ററിങ്ങിൽ 9 mm കനവും ഉണ്ട്. ഒപ്പം ഫ്ലോറിംഗ് ടൈലിംഗ് MYK 307 ഗ്രേഡ് പശ ഉപയോഗിച്ച് പതിച്ച ഗജരിയ മാറ്റ് ഫിനിഷിംഗ് വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോയ്ലറ്റുകളുടെ ഭിത്തിയിലും തറയിലും ഗജരിയ ടൈലുകൾ ആയിരിക്കും. ജോയിന്റുകളിൽ MYK ലാറ്റിക്രീറ്റ് എപ്പോക്സി ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ടിലെ പടികൾ, അടുക്കളയുടെ വർക്കുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി വിശദീകരിച്ചുകൊണ്ടാണ് ഇതിന് ഇത്ര തുകയാകുന്നത്. ഇതുപോലുള്ള ഒരു ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണമാണ് നടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിലവാരത്തിന്റെ കാര്യത്തിലും മറ്റും ചെയ്തിട്ടില്ല. ഒപ്പം കോമ്പൗണ്ട് വാളുകൾ അടക്കം നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിന് 26,95,000 രൂപയിലേക്ക് അതിൻ്റെ ടാക്സ് അടക്കം, നികുതികൾ അടക്കം എത്തിച്ചേരുന്നു എന്ന കാര്യം വിശദീകരിക്കുന്നത്. ഇവിടെ നേരത്തെ മറ്റ് ചില വീടുകളുടെ ചിത്രങ്ങൾ ഇട്ടുകൊണ്ട് അതിലും കൂടുതൽ സ്ക്വയർ ഫീറ്റിലുള്ള വീടുകൾക്ക് 15 ലക്ഷവും മറ്റുമുള്ള ആകുന്നുള്ളൂ, 20 ലക്ഷമൊക്കെ ആകുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സർക്കാരിന് എതിരെയും ഊരാളുകൾ ഇത് നിർമ്മിക്കുന്ന കരാറുകാരായ ഊരാളുകൾ ലേബർ സൊസൈറ്റിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അത്തരം താരതമ്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ റവന്യൂ മന്ത്രി ചെയ്യുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ നിലവാരവും ഒക്കെയാണ് ഇതിന്റെ തുക ഉയർത്തിയിരിക്കുന്നത്, നിർമ്മാണ ചെലവ് ഉയർത്തിയിരിക്കുന്നത് എന്ന് അവകാശപ്പെടുകയാണ് റവന്യൂ മന്ത്രി ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ശരി, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ടൗൺഷിപ്പിലെ വീടിന്റെ പ്രവൃത്തിയുടെ രൂപ ചെലവ് റവന്യൂ മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് KR സാജു ആണ്. ഒരിടവേള.